ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ട്രംപ് ഭരണപരിഷ്കാരങ്ങളുമായിട്ട് അമേരിക്കയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിൽ ചിലവഴിക്കപ്പെടുന്ന ഓരോ ഡോളറും അമേരിക്കയുടെ ഉന്നതിക്ക് വേണ്ടി, അമേരിക്കയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അമേരിക്കയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആയിരിക്കണം എന്ന് ട്രംപിന് നിർബന്ധമുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഭരണപരിഷ്കാരം, ആണും പെണ്ണും എന്ന 2 ജെൻഡറുകൾ മാത്രമേ ഇനി US ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്നും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റാണ്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അമേരിക്കയിൽ താൻ പ്രസിഡന്റായി വന്നാൽ ഏതൊക്കെ രൂപത്തിലുള്ള ഭരണപരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ട്രാൻസ്ജെൻഡറിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. ഇപ്പോ ഫീനിക്സിൽ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അന്ന് അദ്ദേഹം സ്ത്രീയും പുരുഷനും എന്ന 2 ജെൻഡർ മാത്രം എന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമായിരിക്കും എന്ന് പറഞ്ഞത്. ട്രാൻസ്ജെൻഡറുകളെ സൈന്യം, സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള ഉത്തരവുകളിൽ ഒപ്പിടുമെന്നും ട്രംപ് പറഞ്ഞു. സ്ത്രീകളുടെ കായിക ഇനത്തിൽ പുരുഷന്മാരെ പങ്കെടുപ്പിക്കില്ല, കുട്ടികളുടെ ചേലാക്രമം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് ഇവിടെ കുട്ടികൾ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ആ രൂപത്തിൽ തന്നെ കുട്ടികളെ മുന്നോട്ട് വളർത്തുക, കുട്ടികളെ അംഗവൈകല്യം ഉണ്ടാക്കി കൊടുക്കുന്ന, ചെറിയ പ്രായത്തിലെ തന്നെ അവര് പോലും അറിയാതെ ഒരു മതചിഹ്നം കുട്ടികളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ ചേലാക്രമം ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. നമ്മൾ വിചാരിക്കും ഇത് പറയുമ്പോൾ വലിയ രൂപത്തിൽ ട്രംപിന് വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന്. പറഞ്ഞത് ട്രംപാണ്. നടപ്പിലാക്കാൻ പറ്റാത്ത പാഴ്വാക്കുകൾ പറഞ്ഞു വെറുതെ തന്റെ എനർജിയും സമയവും വേസ്റ്റ് ആക്കുന്ന ആളല്ല ശ്രീ ട്രംപ്. എന്താണോ താൻ ചെയ്യാൻ പോകുന്നത് അതുമാത്രമാണ് പറയുന്നത്. എന്താണോ താൻ പറയുന്നത് അത് ഓർത്തു വെച്ച് ചെയ്യുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണോ അദ്ദേഹം ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് അതെല്ലാം കൃത്യമായ രൂപത്തിൽ പാലിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ട്രംപ്. അമേരിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിന്റെ പഴയ പേര് മൗണ്ട് മക്കിൻലി എന്നത് തിരികെ കൊണ്ടുവരും എന്നും അദ്ദേഹം പറഞ്ഞു. അലാസ്കയിലെ തദ്ദേശീയ സമൂഹത്തിന്റെ ബഹുമാനാർത്ഥം പ്രസിഡന്റ് ബരാക് ഒബാമ അത് ഡെനാലി എന്നാക്കി മാറ്റിയിട്ടുണ്ടായി. 1901 വധിക്കപ്പെട്ട 25ാമത്തെ പ്രസിഡന്റ് വില്യം മക്കിൻലിയുടെ ബഹുമാനാർത്ഥം 1917 മുതൽ ദക്ഷിണ മധ്യ അലാസ്കയിലെ ഡെനാലി നാഷണൽ പാർക്കിലും പ്രിവിൻസിലുമുള്ള 20,000 അടി ഉയരമുള്ള കൊടുമുടിയെ മൗണ്ട് മക്കിൻലി എന്നാണ് വിളിച്ചിരുന്നത്. കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെ വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുമെന്നും ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ അരാജകത്വം അവസാനിപ്പിക്കുമെന്നും 3ാം ലോക മഹായുദ്ധം തടയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ ശൃംഖലയെ തകർക്കുകയും അതിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെയും നാടുകടത്തുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. പാഴ്വാക്കു പറഞ്ഞ് ആളുകളെ സുഖിപ്പിച്ച് കബളിപ്പിച്ചു പറ്റിച്ച് അങ്ങനെ അധികാര കസേരയിൽ അമർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല താനെന്ന് വീണ്ടും വീണ്ടും ട്രംപ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. താൻ എന്തൊക്കെയാണോ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തത് അതിൽ ഓരോന്നും അദ്ദേഹം നടപ്പിലാക്കി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ചേലാകർമ്മം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാനുള്ളൂ. പിന്നെ ട്രാൻസ്ജെൻഡറിനെ സംബന്ധിക്കുന്ന കാര്യം അദ്ദേഹം എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് മാത്രമാണ് അറിയുന്നത്. ട്രംപിനെ മുസ്ലിങ്ങൾ മുഴുവനും ഒറ്റയടിക്ക് വെട്ടിലാക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ മുസ്ലിങ്ങളുടെ കാലൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായ അഭിപ്രായവുമായി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിംസാറുൽ ഹഖ് ഹുദവി. ട്രാൻസ്ജെൻഡർ വിഷയത്തിലടക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് മതപ്രഭാഷകനായ സിംസാറുൽ ഹഖ് ഹുദവി. ഈ പിന്തുണ ഈ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഉണ്ടല്ലോ അതിന്റെ വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ സിർക്കംസെഷൻ ഒഴിവാക്കുമെന്ന് പറഞ്ഞില്ലേ, കുട്ടികളിലെ ചേലാകർമ്മം നിരോധിക്കും എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ ഉണ്ടാകുമോ? കാരണം ട്രംപിന്റെ പല നയങ്ങളിലും താൻ അനുകൂലിക്കുന്നു എന്നും അദ്ദേഹം നന്മയുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ പറയുന്നതിന് ഇത്തരം കാരണങ്ങൾ എമ്പാടുമുണ്ട്.
ട്രാൻസ്ജെൻഡർ വിഷയത്തിലടക്കം ട്രംപിനെ പിന്തുണയ്ക്കുകയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ലോകത്തിൽ ആണും പെണ്ണും മാത്രമേ ഉള്ളൂവെന്നും ട്രാൻസ്ജെൻഡറുകൾ എന്ന ഒന്നില്ല എന്നുമുള്ള ട്രംപിന്റെ നിലപാടിനെയാണ് ഹുദവി പ്രസംഗത്തിൽ പുകഴ്ത്തിയത്. ട്രംപ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുക എന്നതിനെക്കുറിച്ച് ധാരണയില്ലെന്നും, എന്നാൽ ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ ട്രംപിന്റെ തീരുമാനം അംഗീകരിച്ചേ മതിയാകൂ എന്നുമാണ് മതപ്രഭാഷകന്റെ അഭിപ്രായം. ട്രംപിൽ ചില നന്മകളുണ്ടെന്നും അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലെന്നും സിംസാറുൽ ഹഖ് ഹുദവി പറയുന്നു. മദ്യപാനവും പുകവലിയും സംബന്ധിച്ച് ട്രംപിന്റെ നിലപാടുകളും പ്രസംഗത്തിന്റെ മധ്യേ സിംസാറുൽ ഹഖ് ഹുദവി പിന്തുണയ്ക്കുന്നുണ്ട്. രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ പ്രഭാഷണത്തിനെതിരെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. പലസ്തീൻ വിഷയത്തിലെ ട്രംപിന്റെ നിലപാട് അടക്കം ഉയർത്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ മതപ്രഭാഷകനെ ആളുകൾ ചോദ്യം ചെയ്യുന്നതും വിമർശിക്കുന്നതും. നേരത്തെ ഓണം, ക്രിസ്മസ് പോലെ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുത് എന്നും സിംസാറുൽ ഹഖ് ഹുദവി പ്രസ്താവന പറഞ്ഞിരുന്നു. ആണും പെണ്ണും എന്ന ജെൻഡർ മാത്രമേ ഉള്ളൂ എന്നും ഇനി US-ൽ അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുമുള്ള ഇദ്ദേഹത്തിന്റെ നിലപാടിനെയാണ് സിംസാറുൽ ഹഖ് ഹുദവി പിന്തുണച്ചിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും എന്ന 2 ജെൻഡർ മാത്രമാണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമതായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. സൈന്യം, സ്കൂള് എന്നിവിടങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ പുറത്താക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അധികാരത്തിലേറിയതിനു ശേഷം ഇതിനുള്ള ഉത്തരവിൽ അദ്ദേഹം ഒപ്പിട്ടിരുന്നു. പക്ഷേ സിംസാറുൽ ഹഖ് ഹുദവിയുടെ ആശയം എന്താണെന്ന് നമുക്കറിയാം. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ സ്ത്രീ മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണം, മുസ്ലിം ലേഡി ഡോക്ടറെ. അത് കഴിഞ്ഞിട്ട് മുസ്ലിം ജെൻസ് ഡോക്ടർ, അത് കഴിഞ്ഞിട്ട് കാഫിറായിട്ടുള്ള മുസ്ലിം ഫീമെയിൽ ഡോക്ടർ. ഇങ്ങനെ എപ്പോഴും മതവിദ്വേഷം പറയാറുള്ള ഇദ്ദേഹം ട്രംപിന്റെ ആശയങ്ങളെ ഏത് രൂപത്തിലാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് മുസ്ലിങ്ങൾക്ക് അറിയേണ്ടത്. ഇപ്പോ നമുക്കറിയാം, സുന്നത്ത് എന്ന് വിളിക്കുന്ന ചേലാകർമ്മം നമ്മുടെ നാട്ടിൽ ഇത് നിർബന്ധമാണ്. ചെയ്താൽ പ്രതിഫലമുള്ളതും ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതുമായ കാര്യമാണ് എന്നൊന്നും മുസ്ലിങ്ങൾ അംഗീകരിച്ചു തരില്ല. പ്രവാചകൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല. പ്രവാചകന്റെ ചെറുകുട്ടികളായ ഹസനും ഹുസൈനും ചെയ്തിട്ടില്ല. ഉമറിനെ പോലെയുള്ള ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഇവരാരും സുന കളഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും സുനയുടെ അറ്റം നിലനിർത്തിയപ്പോൾ ഇപ്പോഴിതാ സിംസാറുൽ ഹഖ് ഹുദവിയും അതിനെ അംഗീകരിക്കുകയാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത്. കാരണം ഇതാണ് മുസ്ലിങ്ങളുടെ ചിഹ്നം എന്ന് പറഞ്ഞ് ബനൂ ഖുറൈള പോലെയുള്ള യുദ്ധങ്ങളിൽ പ്രവാചകൻ തുണി പൊക്കി നോക്കി ആളുകളെ കൊല്ലാൻ ഏർപ്പാട് ചെയ്ത ചരിത്രവും നമുക്കറിയാം. എന്നാൽ അങ്ങനെ മുസ്ലിം കുട്ടികൾ ജനിച്ചാൽ മുസ്ലിം ഉമ്മമാർ ആൺകുട്ടികൾക്ക് ജന്മം നൽകിയാൽ അവരുടെ സുന കളയുന്ന ഏർപ്പാട് ഇനി മുതൽ അമേരിക്കയിൽ പാടില്ല എന്ന് പറഞ്ഞതിനെ സിംസാറുൽ ഹഖ് ഹുദവി അനുകൂലിക്കുന്നുണ്ടോ, പ്രതികൂലിക്കുന്നുണ്ടോ? ട്രംപിന്റെ ഏതേത് നയങ്ങളെയാണ് തങ്ങൾ അംഗീകരിക്കുന്നത് എന്നതാണ് ചോദ്യം. അങ്ങനെയാണ് ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പലസ്തീൻ വിഷയത്തിൽ, ഗാസ വിഷയത്തിൽ, ഹമാസ് വിഷയത്തിൽ, ഇസ്രായേൽ വിഷയത്തിലൊക്കെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോയ ട്രംപിന്റെ ഇത്തരം നയങ്ങളും നിലപാടുകളും സിംസാറുൽ ഹഖ് ഹുദവി അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. നന്ദി.